പറയുന്നത് എന്തുകൊണ്ടോ? അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതുപോലെ തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ടുള്ള അല്ല, ഒരു മാധ്യമ പ്രവർത്തകന് തീവ്രവാദി എനിക്ക് പറയാനുള്ള പറയാണ് അല്ല, എന്ത് അടിസ്ഥാനത്തിലാണ് തീവ്രവാദി എന്ന് പറയുന്നത്? എന്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് കാരണം താൻ കൂടുതൽ കസർക്കൊന്നും വേണ്ട വേണ്ട. എനിക്ക് തീവ്രവാദിന്റെ അഞ്ചലി കൊണ്ട് വേണ്ട. പറച്ചിലുണ്ട്. ഞാൻ എനിക്ക് പറയാനുള്ള പറയൂ. താൻ വെറുതെ കളിക്കാതെ വെറുതെ വിട്ടാ തന്നെ അയാളെ തീവ്രവാദിയാണെന്നുള്ള എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയോ പറഞ്ഞു. അത് അടിച്ചാൽ അത് നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല കേട്ടോ. ആരാണ് താൻ എനിക്ക് മനസ്സിലായി ഞാനിത് പരിശോധന അറിയണം. മര്യാദ എടുത്തോണ്ട് വെച്ചോളാം. കുറെ ആയത് ഞാൻ അവിടെ കുറെ കസറി, ഇവിടെ വന്ന് വേറെയും കസറ, ഇവിടെ വന്ന് തന്റെ കൊമ്പൊന്നും എടുക്കണ്ട, തന്റെ കൊമ്പൊന്നും എടുക്കണ്ട. പറയണ കേട്ടാ മതി. പറയാൻ വേറെ വല്ലതുകൊണ്ട് വേർത്ത് വിളിച്ചു ഞാനെ വിളിച്ചത് താൻ പറഞ്ഞ അതെ. നിങ്ങൾ വേറെ വല്ല ചർച്ച ചെയ്യണം. അതെ, നിങ്ങളെ മുമ്പ് ചർച്ച ചെയ്യാനില്ല. തന്റെ മുമ്പ് ചർച്ച ഞാൻ പറഞ്ഞു. ഇതിന് മറുപടി പറയാനല്ല ഞാൻ ഇരിക്കണത്. എവിടെ കുറെ നാളായി തുടങ്ങിയിട്ട് എടോ ഒരു ചുക്ക് ഇവന്മാർ വിചാരിച്ചാൽ കഴിയാനില്ല. കുറെ നാളായി ഇവർ ഈ റിപ്പോർട്ടർകാർ ഇങ്ങനെ എല്ലാവരും ആക്ഷേപിച്ച് അവർ വലിയ കേമന്മാരാകുക. നിങ്ങളൊന്ന് ആലോചിക്കണം. എഴുത്തച്ഛൻ്റെ ഛായാചിത്രം പ്രതിമ എന്തുകൊണ്ട് തിരൂർ സ്ഥാപിക്കുന്നില്ല? എല്ലാം ന്യായവാദികളല്ലേ? ആര് തടസ്സകരമായി നിൽക്കുന്നു? ഇതൊന്നുമില്ലാതെ മാന്യമായിട്ടും മര്യാദയ്ക്കും മുസ്ലിങ്ങളുമായിട്ടും മുസ്ലിം ആളുമായിട്ടും നല്ല ബന്ധത്തിൽ പോകുമ്പോൾ എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി മാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് മതസൗഹാർദ്ദം തകർക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു ചാനലിലൂടെ വന്നപ്പോഴും എന്താ ചാനൽ കാണിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കണം. അവിടെ വെച്ചാണോ ചർച്ച ചെയ്യേണ്ടത്? ഇപ്പൊ തന്നെ കണ്ടില്ലേ ചാടിക്കയറി കൊത്താൻ വന്നത്? അതൊക്കെ വേറെ വല്ലതും എടുത്താൽ മതി. ഞാനേ ഇവരുടെ ആരുടെയും ആനുകൂല്യത്തിൽ ഇവർ എത്ര തെറി പറഞ്ഞിട്ടും എനിക്കൊരു ചുക്കും സംഭവിക്കാതെ ഞാനിവരുടെ ആരുടെയും സപ്പോർട്ട് മേടിച്ച് വോട്ട് മേടിച്ചല്ല ജയിക്കണത്. ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല. എനിക്ക് രാഷ്ട്രീയവും ഇല്ല. എനിക്കൊരു രാഷ്ട്രീയപ്പുറത്തെ വാലുമല്ല ചൂലുമല്ല. ഞാൻ ഓരോ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നു. പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയും. ആ പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ചിലർക്ക് തോന്നും അത് ഇന്നവർക്ക് അനുകൂലമാണ്, മറ്റുള്ളവർക്ക് അനുകൂലമല്ല. അങ്ങനെയല്ല. എപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഞാൻ പിണറായിയുടെ ജഹുവായിട്ട് പറയും. ഞാൻ പിണറായിയുടെ ജഹുവല്ല. പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചിലർക്കെല്ലാം ഗുണം വരും. ഇപ്പൊ തന്നെ CPIയുടെ ആളുകൾ എന്നെ പറഞ്ഞ് ആ CPIയുടെ എന്നെ വണ്ടി കയറ്റിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വണ്ടി ഞാനെന്താ കയറുന്നത്? TV തോമസ്, MM ഗോവിന്ദൻ നായർ, PS ശ്രീനിവാസൻ ഇവരൊക്കെ എൻ്റെ വണ്ടി എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവന് എൻ്റെ സമ്പത്ത് എന്ത് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഇദ്ദേഹം അന്ന് ഈ രംഗത്ത് പോലും ഇല്ലാഞ്ഞ കാലത്ത് പോലും ഇവരെല്ലാം തന്നെ നല്ല സൗഹാർദ്ദം പുലർത്തി അവരുമായിട്ട് ഒന്നിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അപ്പോഴും പറഞ്ഞു എൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കും ചിരിക്കുന്നു. അതായത് എൻ്റെ കയ്യിൽ പണം വേണം, ചിരിക്കുകയും ചെയ്യും, വണ്ടി കയറുകയില്ല. ഞാൻ വണ്ടി കയറണമെന്ന് പറഞ്ഞോ? ഞാൻ അദ്ദേഹം കാണിച്ച ഒരു മര്യാദ ഇല്ലായ്മ, അതായത് കൂട്ടായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ നിൽക്കുന്ന സന്ദർഭം വന്നപ്പോൾ അവിടെ വന്ന ആ വിദ്യാഭ്യാസ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന സർക്കാരിന് ചില നയങ്ങളുണ്ട്. അത് കയറി ഒപ്പിട്ടു എന്നുള്ളതിന് പേര് എന്തെല്ലാം സംവാദങ്ങളുണ്ടായി. ഈ സംവാദങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ ഭരണത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരു കുറവ് ശക്തമായി വന്നു എന്നുള്ളൊരു ചിന്തയും ഭാവനയും ജനങ്ങളിലുണ്ടായില്ലേ? പ്രത്യേകിച്ച് ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലുള്ള സംവാദങ്ങൾ പരസ്യമായി വളരുകയും അതിനെ CPMന്റെ വിദ്യാഭ്യാസ മന്ത്രി പോയി അവിടെ ഓഫീസിൽ പോയി കേത്തിടാൻ വരെ നിർബന്ധിക്കുകയും അതിലേക്ക് ക്യാബിനറ്റിൽ അവർ ചെല്ലാതിരിക്കുകയും ഇതെല്ലാം മാധ്യമങ്ങളിലെ പുറത്താക്കി മ്പോൾ അതിന് വരുന്നതെന്താണ്? ഭരണത്തിനകത്ത് എന്തോ ഭയങ്കര അനൈക്യമുണ്ടെന്ന്.